Good evening. The last the mysterious the last class we discussed the story is the story. അല്ലേ? നല്ല കഥ. ഒരു ഗ്രാമത്തില് ഒരു ചെറിയൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. അവന് ഏറ്റവും ഇഷ്ടമായിരുന്നു to draw pictures. And which picture he used to draw most? Cats. പൂച്ചകളെ മാത്രമേ വരയ്ക്കുള്ളൂ. നമ്മൾ നിർത്തിയത്. was very weak and thought that he is not fit for what? For helping his father in fields, because in fields he has to do hard work. So his physical appearance, he looks very weak. So what his parents decided that he is fit for become a priest. In the nearby temple. പിന്നെ അവന് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കണ ഒരു സഹായിയായിട്ട് അവനെ അപ്പോയിന്റ് ചെയ്യുന്നാലേ നമ്മൾ അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും ഇൻ ദ ഫ്യൂച്ചർ ഹി വിൽ ബിക്കം എ ഗുഡ് പ്രീസ്റ്റ്. അപ്പൊ അങ്ങനെ അവനെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ ഒക്കെ അതിന്റെ ഇടയിൽ അവനൊരു ദുശ്ശീലം ഉണ്ടായിരുന്നു. അപ്പോ വേറെ ഹി ഫൈൻഡ്സ് ഇറ്റ് പുള്ളിയായിരുന്നു. അപ്പൊ അവന്റെ ബുക്ക്, ഇപ്പൊ നമ്മള് പുരാണങ്ങളും പുസ്തകങ്ങളൊക്കെ അവർക്ക് പഠിക്കേണ്ടാവും. ആ പുസ്തകത്തിന്റെ സൈഡിൽ എവിടെ സ്പേസ് ഇട്ടില്ല അവിടെ വരയ്ക്കും. ചുമരുമേ തൂണുമേ ഒക്കെ വരച്ചു വെക്കും. അത് മാത്രമായിരുന്നു ആ പ്രീസ്റ്റിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ എവിടെ gets his space. നീ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴും അവൻ വരച്ചുകൊണ്ട് ഇറ്റ്സ് വെരി ആംഗ്രി ആൻഡ് ഹി ഗേവ് മെനി ശ്രദ്ധിക്കേണ്ട, പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കേണ്ടുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇപ്പൊ എന്തിനാ നിന്റെ പാരന്റ്സ് ഇവിടെ കൊടുന്നാക്കിയത്, അത് മാത്രം പഠിച്ചാ മതിന്ന്. അപ്പോ ഇതൊക്കെ പറഞ്ഞിട്ടും ഇതെല്ലാം പറഞ്ഞിട്ട് അവന് കേൾക്കണില്ല. അവസാനം പ്രീസ്റ്റിന് ദേഷ്യം പിടിച്ചു. പ്രീസ്റ്റിന്റെ ബുക്കുകളും മറ്റ് അവിടെ സ്ഥലങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്തു, അവൻ വരച്ചുകൊണ്ട് വെച്ചു. അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും അത്? ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനെ പ്രീസ്റ്റ് അവനോട് പറഞ്ഞു, നീ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവാനുള്ള കഴിവ് നിന്റെ നല്ലൊരു ഗുഡ് പ്രീസ്റ്റ്. യു വോണ്ട് ബി ബിക്കമിങ് എ ഗുഡ് പ്രീസ്റ്റ്, ബട്ട് യു വിൽ ബി ബിക്കം എ ഗുഡ് ആർട്ടിസ്റ്റ്. യു ആർ ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അങ്ങനെ പറഞ്ഞിട്ട് അവനോട് പറയാണ്, നീ ഇവിടുന്ന് പോയിക്കോ. പക്ഷെ അപ്പൊ പോണതിന്റെ മുമ്പ് എന്താണ് പ്രീസ്റ്റ് അവിടെ ഒരു ഉപദേശം കൊടുക്കണം. എന്ത് ഉപദേശം കൊടുക്കണത്? പോണതിന്റെ മുമ്പ് he gives an advice: avoid large places at night, keep to small. എപ്പോഴും എന്താ പറഞ്ഞു? നിങ്ങള് എപ്പോഴും ലാർജ് സ്പേസസ് അവോയ്ഡ് ചെയ്യുക. എപ്പോഴും ചെറിയ സ്പേസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഇത്രയും പറഞ്ഞിട്ട് അവനോട് പോവാൻ പറയും. പക്ഷെ അവന് ഇങ്ങനെ വഴിയിൽ പോകുമ്പോ ഇതൊക്കെ ആലോചിക്കും, എന്താ ഇപ്പൊ ഈ പ്രീസ്റ്റ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഹി കാൺട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മീനിങ്. ഹി തോട്ട് ആൻഡ് തോട്ട്, ബട്ട് ഹി കുഡ്ന്റ് ഗെറ്റ് ദ മീനിങ്. ആൻഡ് നൗ ഹി ഹാസ് ടു ലീവ് ദ ടെമ്പിൾ. അപ്പൊ ഇനി പോകുമ്പോഴെന്താണ്, അവന് വീട്ടിൽ പോയാൽ എന്തായാലും ചീത്ത കിട്ടും ഫാദറിന്റെ അടുത്ത്. ദാറ്റ് യു ആർ ഡിസൊബീഡിയന്റ് ടു ദ പ്രീസ്റ്റ്, സോ ഹി വിൽ ബി ഗെറ്റിംഗ് സ്കോൾഡിങ്സ്. ചീത്തയൊക്കെ കിട്ടും, ചിലപ്പോൾ അടിയും ഇതൊക്കെ. എന്തുകൊണ്ടാ നീ പ്രീസ്റ്റിനെ പറഞ്ഞ അനുസരിച്ചില്ല, എന്തുകൊണ്ടാ, അതൊക്കെ ചോദിക്കും ചിലപ്പോ. സോ ഹി വാസ് വെരി സാഡ്.
decided to do not to go. ഞാൻ അപ്പോഴാണ് അവന് കേട്ടിരുന്നു അടുത്തൊരു വിചാരിക്കും ഇനിയിപ്പോ ഞാൻ വീട്ടിലേക്ക് പോണില്ല. ഐ വിൽ ഗോ ടു ദ എവിടേക്ക് പോവും? ഇറ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് വില്ലേജ്. അങ്ങനെ വില്ലേജിലേക്ക് അവൻ പോവാണ്. ഭയങ്കര വിഷമത്തോടെയാണ് walking very sadly from this village to the people of that. They are afraid of that creature, and he was not knowing. The boy was not knowing about this incident. So, and he reached that village, and it was going to be it is night almost. It was dark, and people have already slept. And here temple was on the hill. അങ്ങനെ ടെമ്പിളിന്റെ മുകളില് ഒരു അവിടുന്ന് വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവന് വെളിച്ചം കണ്ടപ്പോ അവന് ആശ്വാസമായോ. അങ്ങനെ അവൻ അവിടെ എത്തി. അപ്പൊ ഈ വെളിച്ചം കാണുന്നത് എല്ലാരും എന്താ പറയണത്? ഇത് ആ ഗോബ്ലിന് ലക്ഷ്യമൊക്കെ പറയണ പോലെയാണ് അവര് ഉണ്ടാക്കണ ഒരു വെളിച്ചമാണ്. എന്തിന് ഓൺലി ഡേയ്സ് ആദ്യത്തെ നടന്നു പോകുമ്പോ ഈ ലൈറ്റ് എന്തിനാണ് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെളിച്ചമാണ്. അപ്പൊ അങ്ങനെയാണ് അത് ആ യക്ഷി അല്ല ജിന് ഉണ്ടാക്കണ ആ ഗോബ്ലിൻ ഉണ്ടാക്കണ വെളിച്ചമാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇൻ ദ വില്ലേജ്, ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ് ദേ ഹാവ് എ ബിലീഫ് ദാറ്റ് ദ ഗോബ്ലിൻ by from that പോണ നമുക്കിന് and he was very afraid, and he finds the place and he draws. After drawing the pictures on the blank screen, he feels very sleepy. അങ്ങനെ ഉറക്കം വരാൻ തുടങ്ങി അവന്. അങ്ങനെ അവൻ നോക്കുകയാണ് ഇനി എവിടെയെങ്കിലും സ്ഥലമുണ്ടോ. അപ്പൊ അവിടെ അമ്പലം
it is very large. The temple is very large, so he find a very big space to sleep. അപ്പൊ അവിടെ കടന്നപ്പോൾ എന്തായാലും പേടിയായി അല്ലെ? പേടിയായപ്പോ അവന് ചെറിയ സ്പേസ് നോക്കാൻ നോക്കി. ചെറിയ സ്പേസ് നോക്കിയപ്പോൾ എന്താണ്, അവന് ചെറിയൊരു സ്ഥലം നോക്കി വെക്കുകയാണ്, എവിടെയും കടന്നുറങ്ങാൻ. വലിയ സ്പേസ് ഇങ്ങനെ തുറന്നൊരു വലിയ ഹാളില് കടന്നുറങ്ങുമ്പോ അവന് പേടിയാവുന്നത്. അങ്ങനെ അവനൊരു സ്ഥലം കണ്ടു, ഒരു ലിറ്റിൽ ക്യാബിനറ്റ്, ടേബിളിന്റെ ഒക്കെ പോലെ ഒരു അൽമാറ പോലത്തെ സാധനം അതിൽ അടച്ചുള്ളൊരു ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ അവൻ കേറി കടന്നു. അങ്ങനെ ഷട്ട് ഹിംസെൽഫ് ആൻഡ് ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ അസ്ലീപ്. അങ്ങനെ ആ സമയത്താണ് അവന് ഈ പ്രീസ്റ്റ് ആദ്യം പറഞ്ഞ പ്രീസ്റ്റിന്റെ ഓർമ്മ വന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മള് ലാസ്റ്റ് ക്ലാസ് നിർത്തിയത് ഇല്ലേ? അവന് ഇങ്ങനെ എന്താണ് അവന്റെ ഇഷ്ടം എന്തായിരുന്നു? ടു ഡ്രോ പിക്ചേഴ്സ്. അങ്ങനെ അവന് അവിടെ എത്തി വരയ്ക്കൊക്കെ തുടങ്ങി. വരച്ചിട്ട് എന്താണ് വരച്ചു കഴിഞ്ഞപ്പോ ഒക്കെ വന്നു. അങ്ങനെ ക്യാബിനറ്റിന്റെ ഉള്ളിൽ വാസ് ദ വീക്കെൻഡ് by a most terrible noise, a noise of fighting and screaming. അങ്ങനെ ലേറ്റ് ഇൻ ദ നൈറ്റ്, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ he was awakened. കുറേ രാത്രിയായപ്പോൾ എന്താണ് he was awakened പറഞ്ഞ പെട്ടെന്ന് എണീറ്റു. ആ ക്യാബിനറ്റിനുള്ളിൽ ഉണർന്നു. by a most terrible noise. എന്താണ് ഇത്രയും ടെറിബിൾ ആയിട്ടുള്ള നോയ്സ് ആണ് കണ്ടത്. അപ്പൊ നമ്മള് പൂച്ചകളൊക്കെ കടി കൂടുന്ന കേട്ടിട്ട് കേക്കോ ശബ്ദം പോലെ, അതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദമാണ് ഈ ടെറിബിൾ നോയ്സ്. ഹലോ, സൗണ്ട് ക്ലിയർ അല്ലട്ടോ. ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്, പേടിപ്പെടുത്തുന്ന. യെസ്, ഈ സൗണ്ട് ക്ലിയർ ആണില്ല. വെരി ലേറ്റ്, നെറ്റ് പ്രോബ്ലം. ഹലോ, വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് he was awakened. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഉണ്ട്. Awakened by a most terrible noise, a noise of fighting and screaming. So it was so dreadful that he was അത്രയും പേര് അവനും പേടിച്ചിട്ട് ത്രൂ എ ചിങ്ക്. ചിങ്ക് മീൻസ് നമ്മൾ ഈ അൽമാറയുടെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഓട്ടേക്കൂടെ അവന് എന്താണ് ഫോർ ദ ലിറ്റിൽ ക്യാബിനറ്റ്, അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്. അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് അവൻ ഭയങ്കര പേടിച്ചു പോയി. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഗ്യാപ്പ് കൂടെ, ചിങ്ക് മീൻസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ, അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടെ നോക്കി. അതിന്റെ ഉള്ളിൽ കൂടെ നോക്കാനും കൂടി അവന് ഭയങ്കര പേടി, അത്ര ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള വോയിസ് ആയിരുന്നു. സോ ഹി വാസ് വെരി അഫ്രൈഡ് ടു ലുക്ക് ത്രൂ എ ചിങ്ക്. ഹലോ, little cabinet, he lay still, very still, holding his breath for fright. അങ്ങനെ അവന്റെ ബ്രെത്ത്, ശ്വാസം പിടിച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കും. ഇത്രയും ശബ്ദം കേട്ടപ്പോ അവന് ധൈര്യമില്ല പുറത്തേക്ക് വരാനുള്ളത്. അങ്ങനെ അവൻ പുറത്തേക്ക് വരാതെ അവൻ എന്ത് ചെയ്തു? അതിന്റെ ഉള്ളിലേ ഇരുന്നിട്ട് അവന്റെ ശ്വാസം പിടിച്ചു വെച്ച് ഇരുന്നു. എങ്ങനെയാണ് പുറത്തേക്ക് വന്നാൽ അവന് ധൈര്യം ഇല്ല, എന്താണ് അവിടെ കാണുന്നത്. അപ്പൊ അവൻ അത്രയും പേടിച്ചു, ആ ശബ്ദം അങ്ങനെ പേടിപ്പെടുത്തുന്ന ഡ്രെഡ്ഫുൾ നോയ്സ് ആയിരുന്നു. The light that had been in the temple went out. അങ്ങനെ ആ ലൈറ്റ് പെട്ടെന്ന് had been in the temple. ഹലോ ഹലോ, ആ The light that had been in the temple went out. അങ്ങനെ പെട്ടെന്ന് ആ വെളിച്ചം, അവിടെ അമ്പലത്തിൽ ആദ്യം ഒരു വെളിച്ചം ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് ഈ കുട്ടി മറ്റേ വില്ലേജിൽ നിന്ന് വരുമ്പോൾ എന്താ കണ്ടത്? ആ ഹില്ലിന്റെ മുകളിലൊരു ആ ടെമ്പിളിൽ വെളിച്ചം കണ്ടിട്ട് അവൻ കയറിപ്പോയിരുന്നു. ആ വെളിച്ചാണ് ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഇല്ലാതെ. ഹാഡ് ബീൻ ദ ടെമ്പിൾ വെന്റ് ഔട്ട്. വെന്റ് ഔട്ട് പറഞ്ഞാൽ പോയി, കെട്ടു.
ബട്ട് ദ ഓഫുൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പേടിപ്പെടുത്തുന്ന ശബ്ദം, നമ്മൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങള് എന്താണ്, ഇറ്റ് കണ്ടിന്യൂഡ് ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷൂക്ക്. എന്താണ് ആ ശബ്ദം ബിക്കെയിം, പിന്നെയും ഭയങ്കര ലൗഡില് കൂടുതൽ പേടി. കുറച്ച് ഹലോ 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 ആ മൈക്ക് ഹലോ ഓഫ് ചെയ്യാൻ നിങ്ങളുടെ. ഹലോ ആ നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യാന്. ആ മൈക്ക് ഓൺ ആണ്. ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ് ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ. അങ്ങനെ ആ സൗണ്ട് വന്ന് പിന്നെയും ഇറ്റ് ബിക്കെയിം കൂടുതൽ വരാൻ തുടങ്ങി. ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷൂക്ക്. ഏതിന്റെ പാസ്റ്റ് ആണ്? ഷേക്കിന്റെ പാസ്റ്റ് ആണ് ഷൂക്ക് അല്ല. ഷേക്ക് പറഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി ആ സൗണ്ട് കേട്ടിട്ട് ടെമ്പിൾ. അവനാച്ചാ ആ ക്യാബിനറ്റിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, അപ്പൊ അത് അവന് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ശബ്ദം കാരണം എന്താണ്, ടെമ്പിൾ ഇറ്റ് വാസ് ഷേക്കിംഗ്. So that sound shook the temple. That dreadful noise. ഏത് സൗണ്ട് ആണ്? Dreadful sound or noise. After a long time silence came. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ്, കുറേ വൈകി രാത്രിയാണ് ആ ശബ്ദം വന്നത്. അത് കഴിഞ്ഞ് കുറേ പേടിപ്പെടുത്ത ശബ്ദം കഴിഞ്ഞ്, അത് കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ ലോങ് ടൈം സൈലൻസ് കെയിം. അങ്ങനെ സൈലൻസ് ആയി. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രെയ്ഡ് ടു മൂവ്. പക്ഷെ അവന് ആ ശബ്ദം കഴിഞ്ഞപ്പോഴും എന്താ സംഭവിച്ച്, അവനെ പേടി മാറിയിട്ടില്ല. അവന് സ്റ്റിൽ ഹി വാസ് സിറ്റിംഗ് ഇൻസൈഡ് ദ ക്യാബിനറ്റ്. അവന് പുറത്തേക്ക് വന്നില്ല. He did not move until the light of the morning sun shone into the cabinet. എങ്ങനെയാണ് ആ അവന് രാവിലെ ആയിട്ടും ആ എന്താണ് ചിങ്സ് നമ്മൾ ഒരു അൽമാര അല്ലെങ്കിൽ ആ ക്യാബിനറ്റ് മേശ ഉണ്ടാവില്ലേ, അതിന്റെ ഇടയിൽ കൂടെ ആ ഓട്ടെ കൂടെ സൂര്യന്റെ രശ്മികൾ ഉള്ളിലേക്ക് വരുന്ന വരെ അവൻ പുറത്തേക്ക് വന്നില്ല. He did not move until the light of the morning. എന്താണ്? വെളിച്ചം. സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ. എന്താണ്? വെളിച്ചം ആ എന്താണ് ഇതിന്റെ ഉള്ളിൽ കൂടെ, ചിങ്സിന്റെ കൂടെ, ക്യാബിനറ്റിന്റെ ഓരോ ഗ്യാപ്പ് കൂടെ ആ സൂര്യരശ്മി നിങ്ങൾ കണ്ടാവും. രാവിലെ എന്താണ് ഇലകളുടെ ചെടികളുടെ ഒക്കെ ഇടയിൽ നിന്ന് സൂര്യരശ്മിയിൽ വരുമ്പോ ഇങ്ങനെ റേസ് ആയിട്ട് നമുക്ക് കാണും അല്ലേ? സൂര്യന്റെ റേസ് ആയിട്ട് ആ റേസ് പോലെ തന്നെ ഇവിടെയും ചിങ്സിന്റെ ഉള്ളിൽ കൂടെ ആ സൂര്യരശ്മിയിൽ കടന്ന് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് അവൻ പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട്? അതുവരെ അവന് പേടിയായിരുന്നു. വെളിച്ചവും പോയിരുന്നു, പിന്നെ എന്ത് വെളിച്ചം പുറത്തുള്ളതൊന്നും അറിയില്ല. അപ്പൊ സൂര്യരശ്മികൾ ഉള്ളിൽ വന്നപ്പോഴാണ് അവന്, നിങ്ങൾ രാവിലെ കണ്ടിട്ടുണ്ടാവും ചെടികളും മരങ്ങളുടെ ഒക്കെ ഇടയിൽ ഫസ്റ്റ് സൺറേസ് വെൻ ഇറ്റ് കംസ് ലൈക്ക് എ റേ, ഒരു വരയിട്ട് ഇങ്ങനെ കാണാം. അപ്പൊ അതുപോലെ ഈ ചിങ്സിന്റെ ഉള്ളിൽ കൂടി അവന്റെ റേസ് വന്നു. Then he got out of his hiding place very cautiously and looked about. എന്ത് he got out. അങ്ങനെ അവന് അവന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. Then he got out of his hiding. Where he was hiding? He was hiding inside the cabinet. എവിടെ ഒളിച്ചിരുന്നെന്ന്? Inside the cabinet. Very cautiously and looked about. നല്ല ശ്രദ്ധയോടെ. Cautious means we have to look or we have to very carefully. ഇവിടെ cautiously നിങ്ങൾ നോട്ടീസ് ബോർഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ബി കോഷ്യസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതിലെന്താണ്, ഭയങ്കര ശ്രദ്ധയോടെ അവൻ പുറത്തേക്ക് വന്നു. and looked about. പുറത്തൊക്കെ നോക്കി. The first thing he saw was that all the floor. എന്താണ് ആദ്യം അവൻ കണ്ടത്? അവൻ എന്താ കണ്ടത്? നിലം. ഫ്ലോർ മീൻസ് നിലത്ത്. ഓഫ് ദ ടെമ്പിൾ. അമ്പലത്തിന്റെ നിലം എന്തായിരുന്നു? വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. എന്തുകൊണ്ടാണ് നിറഞ്ഞിരിക്കുകയായിരുന്നു? എന്താണ്? ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. നിറഞ്ഞ് ചോര, നിലത്തൊക്കെ നല്ല ചോരയായിരുന്നു. ആൻഡ് ദെൻ ഹി സോ. പിന്നെ എന്ത് കണ്ടു? ഹി സോ lying dead in the middle of it. അമ്പലത്തിന്റെ നടുവില് ഒരു ജീവി
ചത്ത് കിടക്കണം. lying dead means ചത്ത് കിടക്കുന്നു. an enormous അവിടെ ആർട്ടിക്കിൾ വന്നു കേട്ടോ. monstrous rat. ഒരു ഭീകര വലിയൊരു, നമ്മൾ വിചാരിക്കാതെ പോലെ വലിയൊരു എലിയാണ്. a goblin rat bigger than a cow. ഒരു കൗവിനും വലിയ ഒരു എന്താണ് എലിയാണ് അവിടെ ചത്തു കിടക്കുന്നത് കണ്ടത്. So an enormous monster rat, a goblin rat bigger than a cow. What he saw in the middle of the temple, in the middle of that floor, the floor was completely covered with blood. അവൻ എണീറ്റപ്പോൾ എന്താ കണ്ടത്? The floor was covered with blood, and he saw a monstrous rat and a goblin rat which was bigger than a cow. കണ്ടപ്പോ ആകെ ഞെട്ടിപ്പോയി. ഇത്ര വലിയ ശബ്ദം ചിലപ്പോ എന്താണ് ഇവിടെ തന്നെ അവൻ കേട്ടിട്ടുണ്ട്, ഇതിന്റെ ശബ്ദമാവും. ഒരു കൗ പറയണ നമുക്ക് അറിയാം, പശുവിനേലും വലിയൊരു ഗോബ്ലിൻ, എനോമസ് റാറ്റ് ഉദ്ദേശിക്കാൻ. അപ്പൊ എത്ര വലിയ ഒരു ജീവിയാവുന്ന അപ്പൊ നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ but who or what could have killed it? എങ്ങനെയാണ്? who പിന്നെ ആരാണ്? how, who or what could have killed it? ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നിട്ടുണ്ടാവുക എന്ന്? ആരതിനെ കൊന്നത്? there was no man. ഒരു മനുഷ്യൻ പറഞ്ഞ ഒരാൾ അവിടെ ഇല്ല. or other creature to be. വേറെ ഏതെങ്കിലും ജീവി അവിടെ കാണാനില്ല. Suddenly the boy observed that the mouths of all the cats. എന്താണ് പെട്ടെന്ന് എന്താ കണ്ടത്? Suddenly the boy observed. ചുമരുമ അവൻ ഉറങ്ങണതിന്റെ മുമ്പ് എന്ത് ചെയ്തിരുന്നു? കുറേ എന്താണ് ചുമരുകൾ ഇങ്ങനെ വേക്കന്റ് ആയി കിടക്കായിരുന്നു, ഒന്നുമില്ലാതെ. അവിടെയൊക്കെ അവൻ എന്ത് വരച്ചിരുന്നു? കാറ്റ്സ്. കാറ്റിനൊക്കെ വരച്ചു വെച്ചിട്ട് അവനാണ് പിന്നെ എന്ത് ചെയ്തു? കടന്നുറങ്ങാൻ പോയത്. ഇപ്പൊ രാവിലെ നീച്ചപ്പോഴാണ് ആ ചുമരുമയ്ക്ക് നോക്കണത്. എന്താ കണ്ടത്? ആ ചുമരുന്ന എല്ലാ പൂച്ചകളുടെയും എന്താണ് വായിലൊക്കെ എന്തുണ്ട്? mouths of all the cats he had drawn the night before. ഇന്നലെ വരച്ച ആ പൂച്ചകളുടെ വായിലൊക്കെ എന്തുണ്ട്? red and wet with blood. എന്താണ്? റെഡ് കളറാണ്. വെറ്റ് പറഞ്ഞ നനഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നനഞ്ഞിരിക്കുന്നു? ചോരയുണ്ട്. സോ red and wet with blood. Then he knew that the goblin had been killed by the cats which he had drawn. Drew, drawn. V1, V2, V3 ആണ് കേട്ടോ അവിടെ. അപ്പൊ അതുകൂടി നോക്കണം. ഫോംസ് ഓഫ് വെർബിൽ വരുന്നതാണ് draw, drew, drawn. So what he in the previous night, what he has done? He has drawn many big cats on the walls of the temple. And in the morning when he woke up, he saw here the mouths of the cats were red and wet with blood. ഈ ഇവരൊക്കെ വായിൽ ചോരയും ചുവപ്പും ഒക്കെ കാണുന്നുണ്ട്. What happened? He doesn't know. എന്ത് സംഭവിച്ചു? ഇവന് ശബ്ദമൊക്കെ കേട്ടു ക്യാബിനറ്റിനുള്ളിൽ കടന്നുറങ്ങുമ്പോ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. Then he knew that the goblin had been killed by the cats which had drawn. അപ്പൊ എന്താണ് അവന് പിന്നെ മനസ്സിലായി? knew, known. Then he knew പറഞ്ഞ അവൻ അറിഞ്ഞു. അപ്പൊ നോന്റെ പാസ്റ്റ് ആണ്. KNOW ലെനോ. KNOW അതിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ ന്യൂ എന്ത് പറഞ്ഞു? ഈ ഗോബ്ലിൻ ഹാഡ് ബീൻ കിൽഡ്. ആരാണ് ഈ കൊന്നത്? ഈ പൂച്ചകൾ. ഇവൻ ചുമരുമ വരച്ചു വെച്ച പൂച്ചകൾ. That cats had killed this goblin which he had drawn. And then also for the first time he understood why the wise old priest had. ആദ്യമായിട്ട് for the first time ആദ്യമായിട്ട് അവന് മനസ്സിലായി. എന്താണ്? ആ ബുദ്ധിശാലിയായ ആ വയസ്സായ പ്രീസ്റ്റ് എന്താ പറഞ്ഞ്? had said to him, avoid large places at night and keep to small. എന്താ പറഞ്ഞത്?
എപ്പോഴും ലാർജ് പ്ലേസസ്, വലിയ സ്ഥലങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. എന്തിന്? അതും രാത്രികളിൽ എപ്പോഴും ചെറിയ സ്ഥലങ്ങളെ എക്സെപ്റ്റ് ചെയ്യാവൂ. ഇവനെവിടെ ആ അമ്പലത്തിൽ ടെമ്പിളിൽ എത്തിയപ്പോ അവന് തുറന്ന സ്ഥലത്ത് ഒരു വലിയ ഹോളാണ്, വലിയ ടെമ്പിളാണ്. സോ അവനവിടെ സ്ഥലത്ത് കടന്നുറങ്ങി. പക്ഷെ അവന് ഉറക്കം വന്നില്ല, പേടിയായിട്ട്. അപ്പൊ എവിടെയെങ്കിലും ചെറിയ സ്ഥലം കണ്ടെത്താനാണ് തെരഞ്ഞപ്പോഴാണ് ഈ ക്യാബിനറ്റിന്റെ ഉള്ളില് തുറന്നവൻ അതില് കടന്നുറങ്ങി. അപ്പോഴാണ് ഈ കുട്ടിക്ക്, ബോയിന്, he came to understand what the priest has told him. What is the meaning of that advice before leaving the temple when he was coming from the temple of his village? അവിടുന്ന് വരുമ്പോൾ, അവന്റെ അമ്പലത്തിൽ നിന്ന് ഗ്രാമത്തിലുള്ള വില്ലേജിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ പ്രീസ്റ്റ് പറഞ്ഞ ഉപദേശം എന്തായിരുന്നു? ഇപ്പോഴാണ് അവനത് മനസ്സിലായത്. അപ്പൊ എപ്പോഴും നമ്മൾ വലിയ സ്ഥലങ്ങൾ കഴിയുന്നത് ഒഴിവാക്കി ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ എപ്പോഴും ശ്രമിക്കണം എന്ന്. ഇവന് ആ വലിയ സ്ഥലത്ത് കടന്നുറങ്ങിയിട്ട് ചിലപ്പോ രാവിലെ അവൻ ജീവനോടെ ഉണ്ടാവില്ല. അപ്പോ അവന് എന്താണ്, ചെറിയ സ്ഥലം എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് he was alive, അവൻ ജീവനോടെ രാവിലെ എണീറ്റ് വന്നു. ഈ അമ്പലത്തിൽ വരുന്നവരൊക്കെ എന്താണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പോണത് പിന്നെ ആരെയും തിരിച്ച് ജീവനോടെ കാണുന്നില്ല എന്നാണ് പറയണത്. അപ്പോ ഇതൊക്കെ എന്താണ്, ചിലപ്പോ അവരൊക്കെ അവിടെ ക്ഷീണിതനായിട്ട് ആ അമ്പലത്തിന്റെ ആ പുറത്തെ സ്ഥലം ഹോൾ വലിയ ലാർജ് പ്ലേസിലാവും ചിലപ്പോ അവിടെ കടന്നുറങ്ങുന്നുണ്ടാവുക. അതുകൊണ്ട് രാത്രി ഈ ഗോബ്ലിൻ വന്ന് ഇവരെ ആക്രമിക്കുകയാവും. So but here he has accepted the cabinet to sleep, and that's why he was in the next morning when he woke up, he was alive. Afterward that boy became a very famous artist. അങ്ങനെ ഭാവിയിൽ അവനൊരു വലിയൊരു ആർട്ടിസ്റ്റ്. അതന്ന് പ്രീസ്റ്റ് പറഞ്ഞിരുന്നു, you are the genius of an artist, but you will not become a good priest because your interest is you have the ability to draw. Some of the cats which he drew are still shown to travelers in Japan. ഇന്നും പറയുന്നുണ്ട്, അവന്റെ പൂച്ചകളെ വരച്ച് അമ്പലങ്ങളിലും അല്ലെങ്കിൽ എക്സിബിഷൻസിലൊക്കെ എന്താണ് സ്റ്റിൽ ഷോൺ, യാത്രക്കാരെ ഇന്നും ജപ്പാനിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അമ്പലങ്ങളിൽ അവൻ ഇപ്പൊ വലിയ ടെമ്പിളിൽ നിന്ന് അതില് എന്താണ് അവന്റെ ആ ടെമ്പിളിൽ ഇന്നും പൂച്ചകളെ വരച്ച് ഇപ്പോഴും ഉണ്ട്. അത് എന്താണ് യാത്രക്കാർ ഇതുപോലെ പോകുമ്പോൾ ഫ്രം വൺ വില്ലേജ് ടു നെക്സ്റ്റ് വില്ലേജിൽ പോകുമ്പോഴും അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അവൻ കാരണം ഈ ടെമ്പിളത്തെ എന്താണ് വലിയൊരു പ്രേതബാധ അല്ലെങ്കിൽ ഒരു ഫിയർഫുൾ that creature or an enormous goblin rat, it was killed. So he was earlier the boy was very sad after leaving the priest from his village, and when he came here and പറയാ ചിലപ്പോ നല്ലൊരു എന്താണ് അവിടുന്ന് നല്ലൊരു ആർട്ടിസ്റ്റ് ആയി എന്നാണ് പറയണത്. സോ he became very famous. ഇതാണ് നമ്മളുടെ സ്റ്റോറി. എങ്ങനെയാണ് ആ പ്രീസ്റ്റ് പറഞ്ഞ ഉപദേശം അവസാനം അവന് ഒരു പാഠമായി മാറി. So see the questions. ഏത് വോയിസ് ആണ്? What was the dreadful voice that he heard? എന്ത് സൗണ്ട് ആണ് അവന് കേട്ടത് അവിടുന്ന്? ചിലപ്പോൾ എന്ത് ഡ്രെഡ്ഫുൾ സൗണ്ട് ആവും? ചിലപ്പോൾ ഈ ഈ ചുമരുമ വരച്ച വലിയ വലിയ പൂച്ചകളാണ്. അപ്പൊ ഈ ഗോബ്ലിൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുക? ചിലപ്പോ ഈ പൂച്ചകൾ ജീവമുള്ളതാണ് വെച്ചിട്ട് ഇതിനെ ആക്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ചുമരുമ ഇങ്ങനെ ചിലപ്പോ ഫൈറ്റ് ചെയ്ത് അങ്ങനെ അവര് ചത്തിലാവുക. പൂച്ചകൾക്ക് ചിലപ്പോൾ ജീവൻ വെച്ചില്ല. പൂച്ചകള് ഈ ഗോബ്ലിനെ അറിയില്ല. ഇറ്റ് ഈസ് എ പെയിന്റിങ്, ഇറ്റ് ഈസ് നോട്ട് എ റിയൽ കാറ്റ്. ശരിക്കുള്ള പൂച്ചയാണെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ചിലപ്പോ ഫൈറ്റ് ചെയ്തിട്ട് അവരെ കടിക്കാൻ ചെല്ല. അതുകൊണ്ടാവും ചിലപ്പോ അവരെ വായില് ചോര വന്നിട്ടുള്ള പൂച്ചകളുടെ. അപ്പോ അങ്ങനെ ആക്രമിച്ച് the screens or on the wall they have attacked again and again. അങ്ങനെ
അറ്റാക്ക് ചെയ്ത് അങ്ങനെ ക്ഷീണിച്ച് ചിലപ്പോൾ അങ്ങനെ ചാവുകയാവും, ചിലപ്പോ ഗോബ്ലിന്റെ അങ്ങനെയാവാം മരണം. അപ്പോ ഇതിന്റെ ഈ ഡ്രെഡ്ഫുൾ വോയിസ് മൈറ്റ് ഹാവ് ബീൻ എന്തിന്റെ റിസൾട്ട് ആണ്? The result of the fighting and screaming between the cats and the goblin rat. അപ്പോ ഗോബ്ലിൻ റാറ്റും കാറ്റിന്റെയും എന്താണ് ഫൈറ്റിംഗ്. ഈ സ്ക്രീമിങ് ചിലപ്പോൾ ഈ ഗോബ്ലിൻ റാറ്റിന്റെ സൗണ്ടുകളാണ് ഇവര് എന്താണ് ഇപ്പൊ തുടങ്ങിയപ്പോ പറഞ്ഞു എന്താണ് ഡ്രെഡ്ഫുൾ വോയിസ്, ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ് ആണ് നമുക്ക് കാണുന്നത്. ഈ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. അപ്പം ഇവര് തമ്മില് ഗോബ്ലിൻ ആണ് ഫൈറ്റ് ചെയ്യുന്നത്, പക്ഷെ പൂച്ചകളെ അവിടെ ചുമരുമയാണ് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെ തമ്മിലുള്ള ആ സൗണ്ട് ഗോബ്ലിന്റെ സൗണ്ട് ആവും എന്താണ് ഈ ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ് ബിറ്റ്വീൻ ദ കാറ്റ്സ് ആൻഡ് ദ ഗോബ്ലിൻ റാറ്റ്. രണ്ടുപേരെയും വഴക്കും സൗണ്ടും ആയിരുന്നു എന്താണ് ഈ ഡ്രെഡ്ഫുൾ വോയിസ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഹൗ ഡു യു തിങ്ക് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്? എങ്ങനെയാ നമ്മള് പറയത് ഗോബ്ലിൻ റാറ്റ് എന്താണ് ഹൗ ഹി വാസ് കിൽഡ്? സോ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ് ബൈ ദ പറയണ രാവിലെ നീച്ചപ്പോ കുട്ടി എന്താ കാണുന്നത്? അതിന്റെ വായിലൊക്കെ ചോരയാണ്. അപ്പോ cats have killed the goblin rat. The boy had drawn. So who killed the goblin rat? ഹൗ ഡു യു തിങ്ക്? അപ്പൊ പറയും നമുക്ക് നമ്മൾ ശരിക്കും എന്താ കുട്ടിയും കണ്ടിട്ടില്ല ആരാണ് ഈ ഗോബ്ലിനെ കൊല്ലണത്. അവൻ സൗണ്ട് മാത്രം കേട്ടു. പിന്നെ എന്താണ് പുറത്തേക്ക് വന്നപ്പോൾ എന്താ കാണുന്ന ഈ ചോരയും. അപ്പൊ അവൻ അവൻ തന്നെ ചിലപ്പോ ഇത് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ആരും അവിടെ വേറെ ജീവികളൊന്നും ഇല്ല, മനുഷ്യനും ഇല്ല. അപ്പോ ഈ പൂച്ചകളും ഗോബ്ലിൻ തമ്മിലുള്ള ഫൈറ്റിലാവും. അപ്പോ ഈ പൂച്ചകളാണ് ഈ ഗോബ്ലിനെ കൊന്നത്. The goblin rat was killed by the cats which the boy had drawn. അപ്പം ഇങ്ങനെ പൂച്ചകള് ആണ് ഈ ഗോബ്ലിനെ. അപ്പൊ ഒരു പൂച്ചയൊന്നും ഇല്ല, കുറേ പൂച്ചകളുണ്ട്. അപ്പൊ ഗോബ്ലിന് ഇതൊന്നും അറിയില്ല. അവൻ കാണുന്ന സ്പേസിൽ മൊത്തം എന്താ വരച്ചു വെച്ചിട്ടുണ്ട്? വലിയ വലിയ പൂച്ചകള്. അപ്പൊ ഈ ഗോബ്ലിൻ ഒറ്റയ്ക്കും ഇത്രയും പൂച്ചകളും. അപ്പൊ അത് അറ്റാക്ക് ചെയ്തപ്പോഴേക്കും എന്താണ് ഇവനറിയില്ലല്ലോ ഇത് ജീവനുള്ളതാണോ ജീവനില്ലാത്ത ഗോബ്ലിന് അറിയില്ല. സോ ഈ അറ്റാക്ക് ആൻഡ് അറ്റ് ലാസ്റ്റ് ചിലപ്പോൾ ക്ഷീണിതനായിട്ട് അങ്ങനെ ചിലപ്പോൾ ചാവണതാവും. നമ്മള് അങ്ങനെ നമുക്ക് കഥയില് പറയാലോ അല്ലെ. അവൻ ഒരു പൂച്ചനെല്ലാം വരച്ചിട്ടുണ്ട്, അവിടെ കുറേ പൂച്ചകളെ ചുമരുമ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാ പൂച്ചകളായിട്ടും ഗോബ്ലിൻ അറ്റാക്ക് ചെയ്യാണ്. ആ അറ്റാക്ക് ചെയ്തിട്ട് ചിലപ്പോ വയ്യാതെ ആയിട്ടുണ്ടാവും. ആൻഡ് he got tired and in the last he was close or he was dead. So the goblin rat was killed by the cats which the boy had drawn. Was the advice of the priest helpful to the boy? ആ ഉപദേശം അവസാനം എന്താണ് അവന് ആര് കൊടുത്തിരുന്നു? അവന് കഴിഞ്ഞ വില്ലേജിൽ നിന്ന് വരുമ്പോൾ എന്താണ് അവന് കൊടുത്തിരുന്നു? എന്താ എപ്പോഴും അവോയ്ഡ് ലാർജ് സ്പേസസ് എക്സെപ്റ്റ് സ്മോൾ പറഞ്ഞിട്ട് പറയണുണ്ട് അല്ലേ. അപ്പോ അവോയ്ഡ് ലാർജ് സ്പേസ് അറ്റ് നൈറ്റ് ആൻഡ് കീപ് ടു സ്മോൾ. രാത്രികളിൽ എപ്പോഴും വലിയ സ്ഥലങ്ങൾ. ഇപ്പൊ നമുക്ക് ആരായാലും നമ്മള് വലിയൊരു ഹാളിലോ ഇതില് എന്താണ് തുറന്ന സ്ഥലം, ടെമ്പിളിലെ എല്ലാം തുറന്ന സ്ഥലം, വലിയ ഹാളിൽ നമുക്ക് കിടന്നുറങ്ങാൻ പേടിയാവും അത് രാത്രി. അതുപോലെ ഒരു റൂം അടച്ചുറപ്പുള്ളതോ അല്ലെങ്കിൽ വാതിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി വിൽ ബി സേഫ് ആൻഡ് വി വിൽ പേടിയില്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോഴാണ് ആ ഉപദേശം അവന്. അപ്പോ ആ അഡ്വൈസ് അവന് ഉപകാരമായില്ലേ അല്ലേ? അപ്പോ യെസ്, ദ advice of the priest was helpful and because a dreadful fight was going on between the cats and the goblin rat and the boy was safe. എവിടെയായിരുന്നു അവൻ? സേഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. he was in the cabinet. അപ്പോ അവന് ആ ഉപദേശം എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ്. അത് ആ ലൈൻസ് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾക്ക് essay ഒക്കെ എഴുതാൻ വരുമ്പോ ആ പ്രീസ്റ്റിന്റെ അഡ്വൈസ് എഴുതുക. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? അവോയ്ഡ് എപ്പോഴും നമ്മൾ ലാർജ് സ്പേസസ് ഒഴിവാക്കിയിട്ട് അപ്പോഴും ചെറിയ സ്ഥലങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്നും നമ്മളെപ്പോഴും സേഫ്
സ്മോൾ സ്പേസ് ആണ്. അപ്പൊ ഇവ ചിലപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുക അവൻ ആ ഹാളിൽ ആ തുറന്ന സ്ഥലത്ത് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ചിലപ്പോ പിറ്റേ ദിവസം ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ പൂച്ചകൾ വരച്ചോണ്ട് രണ്ടും ഗുണമായി വലിയ വലിയ പൂച്ചകളെ വരച്ചോണ്ട് എന്ത് സംഭവിച്ചു? ഈ ഗോബ്ലിൻ അവരൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ക്ഷീണിതനായിട്ട് അവസാനം മരിക്കുകയാണ്, ചാവാണ് അവൻ. അങ്ങനെ advice എന്തായാലും it was very helpful to the boy because a dreadful fight was going on between the cats and the goblin rat, and the boy was and he was safe in the cabinet. അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് അവന്റെ ഒരു കഴിവ് അവനെ രക്ഷിച്ചു പറയാം. പിന്നെ ആ ഉപദേശം കൂടി അവനതിൽ എന്താണ് അവൻ അപ്പോഴാണ് ആ ഉപദേശത്തിന്റെ അർത്ഥം മനസ്സിലായി. അതുവരെ അവൻ ആലോചിച്ച് അതിന്റെ അർത്ഥം കിട്ടാതെ വന്നു. അപ്പം ഈ അർത്ഥം മനസ്സിലായപ്പോൾ അവന് എന്താണ് പ്രീസ്റ്റ് പറഞ്ഞത് എത്ര ഉപകാരമായിരുന്നു എന്ന് അവന് മനസ്സിലായി. അപ്പം ഇവിടെ നമുക്ക് ഇതില് എന്താണ് ഇപ്പൊ അവന്റെ സ്റ്റോറി എഴുതണമെങ്കിൽ ഇപ്പൊ ഇതൊക്കെ അവനെ കുറിച്ച് എഴുതുമ്പോ എങ്ങനെയാണ്? ഇപ്പൊ അവന്റെ കഥ എഴുതുമ്പോ ഇപ്പൊ നിങ്ങള് ആ കുട്ടിയാണ് വിചാരിച്ച് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഐ വെച്ച് എഴുതുക. അവന്റെ കഥകൾ എന്താണ്? ഐ വാസ് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എന്താണ് പുവർ ജാപ്പനീസ് ഫാർമർ ഫാമിലി ആൻഡ് ഐ വാസ് നോട്ട് ഫിറ്റ് ഫോർ വർക്ക്. എല്ലാം ഐ വെച്ചിട്ട് ഇപ്പൊ നരേഷനോ അല്ലെങ്കിൽ നമ്മള് ഇമാജിൻ ദാറ്റ് യു ആർ ദ ബോയ് ആൻഡ് റൈറ്റ് യുവർ ഓൺ എക്സ്പീരിയൻസ് ഹൗ ദ ഗോബ്ലിൻ വാസ് കിൽഡ്. അപ്പോ അത് വെച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ്? നിങ്ങളാണ് ആ കുട്ടി എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് പേഴ്സൺ ഐ വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പൊ ഐ വെച്ചിട്ട് എഴുതുമ്പോ എന്തെങ്കിലും നമ്മൾ കഥയിൽ തുടക്കം കണ്ടു. എന്താണ്, എങ്ങനെയാണ് കഥ തുടങ്ങണത്? ഐ വാസ് എല്ലാം പാസ്റ്റ് ടെൻസിൽ വരണം. വാസ് ആണ് വരേണ്ടത്. ഇത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോ ഐ വാസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ poor Japanese farmer family, and my father has many children, and I was not fit for he was a farmer and I was not fit for to help him in the fields because I am very small and weak. അല്ലെ, ഞാൻ കുറെ ചെറുതും എന്റെ ശരീരമൊക്കെ വീക്ക് ആയതുകൊണ്ട് എനിക്ക് കൃഷിയിൽ എന്റെ ഫാദറിന്റെ ഒപ്പം പണിയെടുക്കാനും സഹായിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എന്ത് തീരുമാനിക്കുന്നു? എന്റെ ഫാദർ, മൈ പാരൻസ്, എല്ലാം ആയി ട്ടോ. നിങ്ങളാണ് ആ കുട്ടി വിചാരിച്ച് എഴുതണം. അപ്പൊ ദ ബോയ് എന്ന് അവിടെ വരില്ല. അപ്പൊ ശ്രദ്ധിക്കണം. എങ്ങനെ എന്റെ പാരൻസ് എന്ത് ഡിസൈഡ് ചെയ്തു? മൈ പാരൻസ് ഡിസൈഡഡ് ടു മീ സെൻഡ് ടു മേക്ക് മീ എ പ്രീസ്റ്റ് ആൻഡ് ഐ വാസ് ടേക്കൺ ടു ദ temple, nearby temple of our village, and I was accepted by the priest and he asked many difficult questions. I answered and I was appointed as an assistant or an acolyte, and he started teaching me, but I have a bad habit. അതൊക്കെ എഴുതാ എങ്ങനെയാണ്? I used to draw pictures wherever I find a place. Maybe it may be a book or a wall or a pillar. My priest advised me many times why I was disobedient to him and I was not heard his words and he was very angry. അങ്ങനെ അവൻ ദേഷ്യപ്പെട്ടു. എന്ത് ചെയ്തു പിന്നെ? And he told me to go away from this temple, and he told me that you won't be become a good priest, but sure you will become a good artist. അങ്ങനെ അവിടുന്ന് പോണതിന്റെ മുമ്പ് before going he gave me an advice: avoid large places at night and keep to small. ഈ ഉപദേശം കേട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. but he could not understand the meaning. അല്ലെ, അവന് അർത്ഥം ഒന്നും മനസ്സിലാവണില്ല, ചിന്തിച്ചോണ്ട് പോവാണ്. ആ ചിന്തയിലാണ് പിന്നെ he was afraid that from that temple next ഞാൻ വീട്ടിലേക്ക് പോയാ when I go home my father will be angry.
So he decided to go to the next village, which is 12 miles away from the village. അങ്ങനെ ആ നെക്സ്റ്റ് വില്ലേജ് പോവാണ്. And he reached there when it is in the evening. It was very dark, and the temple was situated on on a hill, and I saw a light on the light in the temple. And I reached there. I was very much tired. I sat and looked around. Nobody was there. Then I saw the temple was fully covered with dust and cobwebs. So I came to know that here my need is there. I will be appointed as an acolyte surely here. And I decided to sit there. After sitting and noticing, I found many blank spaces, walls and floor. Blank I kadakanu. What he did, he started painting the pictures of the cats. വലിയ cats വരച്ചു. After drawing many cats, I felt അവിടെ I വരണം കേട്ടോ. ഞാൻ തന്നെ പറയുമ്പോൾ ഇതായി പോകണം. So I felt I drew many cats. അപ്പൊ എല്ലാ വെർബിന്റെയും നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. വെർബും പിന്നെ എപ്പോഴും പാസ്റ്റ് ടെൻസിൽ വാസ് അല്ലെങ്കിൽ വേർ വരും കേട്ടോ. അപ്പൊ I was feeling sleepy, and I lay down in the open space in a corner of a temple, but I was afraid and I could not sleep. അവിടെ ഒരു മുക്കിൽ പോയി കടന്നു, പക്ഷെ എന്താണ് ഉറക്കം വന്നില്ല. Then he started searching for a small place. ആ സമയത്ത് അതിൻ്റെ ഇടയിൽ അവന്റെ ആ പ്രീസ്റ്റ് പറഞ്ഞ ഉപദേശം ഓർമ്മ വന്നു. ഇങ്ങനെ അവൻ ചെറിയ സ്ഥലം നോക്കി നടന്നു അല്ലെ. നോക്കി നടന്നപ്പോഴാണ് അവന് ഒരു ക്യാബിനറ്റ്, ഒരു ഇരുമ്പ് ടേബിളോ അല്ലെങ്കിൽ ഒരു അലമാറ പോലത്തെ ഒരു സാധനം അവിടെ കണ്ടു. അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാബിൻ പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അവൻ കയറി കടന്നു. അങ്ങനെ നല്ല ഉറങ്ങി. കുറെ കഴിഞ്ഞപ്പോ രാത്രിയായപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ആ സമയത്ത് അവന് കുറെ ശബ്ദങ്ങള് കേട്ടു. ഈ കൂക്കൊക്കെ പറഞ്ഞ ഭയങ്കര പേടിപ്പെടുത്തുന്ന ശബ്ദം. അങ്ങനെ അവൻ പുറത്തേക്ക് വന്നില്ല. ഭയങ്കര പേടി. കുറെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ശബ്ദമൊക്കെ പോയി, നിശബ്ദമായി. അങ്ങനെ രാവിലെ സൂര്യന്റെ when the sun rays come into the chinks of the cabinet, I woke up. ഞാൻ എണീറ്റിട്ട് എന്ത് ചെയ്തു? വാതില് തുറന്ന് പുറത്ത് വന്നപ്പോൾ ഞാൻ എന്ത് കണ്ടു? ഞാൻ കണ്ടത് എന്താണ്? നിലത്ത് the floor was covered with blood. And when I saw the pictures on the walls of the pictures of the cats on the walls, the mouth of the cats were wet and red. Wet നനഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നനഞ്ഞിരിക്കുന്നു? ചോരയുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട് അവന് മനസ്സിലായി ഈ ശബ്ദം രാത്രി കേട്ടത് ഇവരെ ഫൈറ്റ് തമ്മിലാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാൻ എന്താണ്, ഒരിക്കലും ഒരു പിക്ചർ വരച്ച ഒരു പൂച്ച ഫൈറ്റ് ചെയ്യാൻ വരില്ല. അപ്പൊ ഈ പൂച്ചകളെ കണ്ടപ്പോ കുറേ പൂച്ചകൾ വന്ന് ഗോബ്ലിൻ ഒറ്റയ്ക്കാണ്. അപ്പൊ എല്ലാരെയും അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാന് മനസ്സിലാക്കി എന്ത്, these cats have killed the goblin, and from his ability, ഒരു പ്രത്യേക കഴിവുണ്ടായതുകൊണ്ടാണ് ഇന്ന് അവന് ഗോബ്ലിനെ കൊല്ലാൻ പറ്റി. ആ വില്ലേജിനെ, ആ ഗ്രാമത്തിന്ന് എന്താണ് ആ ഗോബ്ലിനെ ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ആ ഗോബ്ലിൻ ടെമ്പിളിൽ ആരും വരാത്തോണ്ടാണ് അവിടെ പൊടിയും മണ്ണും മാറാലയൊക്കെ കെട്ടി കിടക്കണ്ടായിരുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് അമ്പലത്തിലേക്ക് വരാനും പൂജിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളത് ചെയ്ത് കൊടുത്തത് ഈ കുട്ടിയാണ്. ആ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തത് കുട്ടിയാണെന്ന് അവൻ തന്നെ പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ വേണം നമ്മളെ നരേഷനൊക്കെ. എപ്പോഴും ഹൈ വെച്ച് തുടങ്ങണം, ഹൈ വെച്ച്
തുടങ്ങണം. പിന്നെ നമുക്കതിൽ കാണാം ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഓരോ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു തന്ന പോലെ തന്നെ അത് എഴുതുക. എങ്ങനെയാണ് ടെക്സ്റ്റില് നമുക്ക് ഓരോ ഇൻസിഡൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ കഥയിൽ തുടങ്ങണത്, സ്റ്റെപ്സ് ആഫ്റ്റർ റീച്ചിങ് എന്താണ് കഥയിൽ അവന് മറ്റേ നെക്സ്റ്റ് വില്ലേജിൽ ആ ടെമ്പിളിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവന് അവിടെ ആ ടെമ്പിളിലെ കാര്യങ്ങള് നിരീക്ഷിക്കുന്നത്, അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അവൻ എന്താണ് ആ അമ്പലത്തില് വന്നിരിക്കുമ്പോൾ എന്താണ് കാണുന്നത്, കുറേ സ്ക്രീനുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ? ഒഴിഞ്ഞു കിടക്കുമ്പോൾ എന്താണ് വാട്ട് വിൽ സീ, ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ ആൻഡ് took possession of the temple. അപ്പൊ ഈ ഗോബ്ലിൻ റാറ്റ് ആ ഗ്രാമവാസികളൊക്കെ പേടിപ്പെടുത്തിയിരിക്കുകയാണ്, ആരും ആ ടെമ്പിളിൽ വരാറില്ല. അങ്ങനെ ആ സമയത്താണ് എന്താണ് ആ കുട്ടി അവിടെ വരുന്നത്. The boy entered the temple and painted a great many cats upon the screen. അങ്ങനെ അവന് ചെയ്യണത് എന്താണ്, ഇപ്പൊ ആ ടെമ്പിളിൽ എത്തി കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. എങ്ങനെയാണ് ഗോബ്ലിന് ഹൗ ഇറ്റ് വാസ് കിൽഡ്, അതാണ് ഈ ഫ്ലോ ഇവന്റ്സ് പറയണം. അപ്പൊ അവനവിടെ എത്തിയപ്പോൾ എന്താ കണ്ടത്, അവിടെ ടെമ്പിൾ. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയണത്, the boy found a little cabinet went into it and അവൻ ആദ്യം അവിടെ വന്നു. he felt എന്താണ് fast asleep, then he was awakened by a terrible noise. അങ്ങനെ അതിൻ്റെ ഉള്ളില് ഇത് കടന്ന് ക്യാബിനറ്റിനുള്ളിൽ കടന്നപ്പോൾ എന്താണ് പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വന്നപ്പോൾ എന്താ കണ്ടത്, he was enormous goblin rat was lying dead in the middle of the middle of the floor. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ടിൽ എഴുതണം. എങ്ങനെയാണ് ഗോബ്ലിനെ പൂച്ചകള് കൊന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം ആ കുട്ടി അമ്പലത്തിലെത്തി, അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ അമ്പലത്തിലെത്തി കഴിഞ്ഞിട്ട് ഇരിക്കണ കണ്ട്, പിന്നെ അത് വേണമെങ്കിൽ അവാർഡ് നമുക്ക് പറയാം, അവൻ പിക്ചേഴ്സ് വരയ്ക്കാൻ ചുമരുമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഫീൽ സ്ലീപ്പി, ഉറക്കം വരുന്നോണ്ട് അവൻ എന്താണ് ഒരു ചെറിയ സ്ഥലം തെരഞ്ഞു. ആദ്യം വലിയ സ്ഥലത്ത് കടന്നുറങ്ങി, പക്ഷെ അവന് ഉറക്കം വന്നില്ല, ബിക്കോസ് ഹി വാസ് അഫ്രൈഡ്. അത് കഴിഞ്ഞിട്ട് അവൻ ചെറിയ സ്ഥലം തെരഞ്ഞു നോക്കി, അപ്പൊ ഒരു ക്യാബിനറ്റ് കിട്ടി, അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങി. ഉറങ്ങിയ സമയത്ത് പകുതി രാത്രിയായപ്പോൾ late in the night he was awakened and the terrible noise, screaming noise കേട്ടിട്ട് അവന് എണീറ്റു. അത് കഴിഞ്ഞിട്ട് രാവിലെയായി പുറത്തേക്ക് വന്നപ്പോൾ എന്താ കണ്ട്, ഒരു വലിയൊരു ഭീകരജീവി അവിടെ ഇറ്റ് ഈസ് ലൈങ് ഡെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ ഡെറിവേഷൻ പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സണിൽ എഴുതുക. എല്ലാ കാര്യങ്ങളും ആ കുട്ടി പറയുന്ന രീതിയിൽ വേണം എഴുതാൻ. നിങ്ങൾ പറയണം, നിങ്ങളാണ് ആ കുട്ടി വിചാരിച്ചിട്ട് എഴുതണ പോലെ വേണം എഴുതാൻ. അപ്പോൾ നരേഷനിൽ ചോദ്യം നന്നായി വായിച്ചിട്ട് വേണം. സ്റ്റോറി ഇതിലും മനസ്സിലായി. ഒരു ഫാർമർ, പുവർ ഫാമിലിയാണ്, കുറെ കുട്ടികളുണ്ട്. ജാപ്പനീസ് ഫ്ലോക്ക് ടെയിൽ ആണ്. ഒന്നുകൂടി ഞാൻ സമ്മറി പറഞ്ഞുതരാം. ജാപ്പനീസ് ഫ്ലോക്ക് ടെയിൽ ആണ്. ഒരു ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹാസ് ഗോട്ട് മെനി സൗണ്ട് ക്ലിയർ ഇല്ല കേട്ടോ. children. Eldest son is and the youngest boy is not fit for hard work in the fields. അതുകൊണ്ട് he was sent to the priest. He was sent to the temple to become a priest. അങ്ങനെ പ്രീസ്റ്റ് അവിടെ എക്വലൈറ്റ് ആയിട്ട് അവനെ അമ്പലത്തിൽ ആക്കുകയാണ്.
The priest was very impressed. He answered all the questions. അങ്ങനെ കുറെ കഴിയുമ്പോൾ അവന്റെ ഒരു ബാഡ് ഹാബിറ്റ് എവിടെ സ്പേസ് കണ്ടാലും യൂസ് ടു ഡ്രോ കാറ്റ്സ്. അത് പുസ്തകങ്ങളും തൂണുമേയും ചുമരുമേ ഒക്കെ വരച്ചു വെക്കുകയാണ്. അത് കണ്ടപ്പോ പ്രീസ്റ്റിന് he became very angry. He gave warnings and advised him to not to draw cats, but he was disobedient, and he was sent from that temple. By sending him before leaving the temple, the priest advised him not to avoid large places at night and keep to small, but he could not understand the meaning. Sentence meaning അവന് ഒട്ടും മനസ്സിലായില്ല. അങ്ങനെ അവൻ ചിന്തിച്ചു പോവുകയാണ്, ഞാൻ എന്ത് ചെയ്യും, ഈ പ്രീസ്റ്റ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഇനി വീട്ടിൽ പോയാൽ എനിക്ക് വഴക്ക് കിട്ടും, അതിൽ ഏറ്റവും നല്ലത് ഞാൻ ഇവിടെ നെക്സ്റ്റ് വില്ലേജില് ഒരു എന്താണ് ടെമ്പിൾ ഉണ്ട്, വലിയ ടെമ്പിളാണ്. അപ്പൊ അവിടെ കുറെ അക്വലൈറ്റിന് ആവശ്യം ഉണ്ടാവും, അസിസ്റ്റന്റ്മാരെ. ഇവിടെ ഒരു പ്രീസ്റ്റ്, അവിടെ കുറെ പ്രീസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആ ഉദ്ദേശത്തോടെ അവൻ പോവാണ്. അങ്ങനെ അവിടുന്ന് പോയി എത്തുമ്പോൾ രാത്രി ആ വില്ലേജിൽ എത്തുമ്പോൾ അങ്ങനെ അവൻ എത്തുമ്പോ എന്താണ് ഹില്ലിന്റെ മുകളില് ആണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യണ്. ഒരു വെളിച്ചം കണ്ടിട്ട് അവൻ അവിടെ കയറി പോവാണ്. അവിടെ ആരും കാണുന്നില്ല. അവനറിയില്ല അവിടെ ഒരു ഭീകര ജീവി ഉണ്ട്. അതിനെ പേടിച്ചിട്ട് അവിടെ ആരും, ആ ടെമ്പിൾ കുറെ ദിവസമായിട്ട് അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവനവിടെ വന്ന് കയറിയിരുന്നു. അവന് കുറെ സ്ഥലമൊക്കെ കണ്ടു. അവിടെ സ്പേസ് എന്തിനാ അവന് ഏറ്റവും വലിയ വീക്ക്നെസ് എന്തായിരുന്നു? ചിത്രം വരയ്ക്കുക, കാറ്റ്സ് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരച്ച് വരച്ച് അവന് ക്ഷീണിതനായി സ്ലീപ്പി, he felt very sleepy and he lay down in a corner of the temple was very large. അപ്പൊ ആ ഒരു കോർണറിൽ he lay down in a corner of the hall. ആ ടെമ്പിളിന്റെ ഹാളില് ഒരു മുക്കിൽ കടന്നു. but he was very afraid and he searched for a small space to sleep. Then he came to ആ സമയത്താണ് he came to remember the priest's advice. എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ അവനൊരു ക്യാബിനറ്റ് മീൻസ് ഒരു അൽമാറ പോലത്തെ ഒരു കുട്ടി പോലത്തെ ഒരു സാധനം, നമ്മള് സാധനങ്ങള് വെക്കുന്ന സാധനങ്ങള്, പണ്ടത്തെ മരത്തിന്റെ അൽമാറ അല്ലെ ഇരുമ്പിന്റെ വല്ല പെട്ടി പോലത്തെ സാധനങ്ങള് വെക്കാനുള്ളത്, അതിന്റെ ഉള്ളില് തുറന്നപ്പോ കിടക്കാനുള്ള സ്ഥലമുണ്ട്. കുട്ടി ഉള്ളിൽ കയറി കിടന്നപ്പോ പകുതി സുഖമായി ഉറങ്ങി. അവന് പെട്ടെന്ന് പകുതി ഉറക്കായപ്പോ ഒരു പേടിച്ച് സ്വപ്നമല്ല ശബ്ദം കേട്ട് അവൻ എണീക്കുകയാണ്. വഴക്കൂടുന്ന ശബ്ദം. പൂച്ചകള് വഴക്കൂടുന്ന ശബ്ദം അപ്പൊ അതിന് അങ്ങനെ പുറത്തിച്ചിട്ട് കടന്നുറങ്ങാണ്. നിശബ്ദമായിട്ട് അവിടെ ഇരുന്നു. പിന്നെ ശ്വാസം പിടിച്ച് പിന്നെ അങ്ങനെ ഉറങ്ങി പോവാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ശബ്ദമൊന്നും കേൾക്കാതെ അങ്ങനെ അവൻ ഉറങ്ങിപ്പോവും. അങ്ങനെ രാവിലെ ആകുമ്പോ ആ സൂര്യരശ്മികളൊക്കെ ആ ക്യാബിനിന്റെ ഉള്ളിൽ കൂടെ വരുമ്പോഴാണ് അവന് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന കാഴ്ച നിലത്ത് മുഴുവൻ പറഞ്ഞ റാറ്റ് ചത്തു കിടക്കണതാണ് കാണുന്നത്. അപ്പൊ ഈ പൂച്ചകളാണ് എല്ലാരും കൂടി ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗോബ്ലിനാണ് ജീവനുള്ള. അപ്പൊ ഗോബ്ലിൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഇതൊക്കെ ജീവുള്ള പൂച്ച, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഈ പൂച്ചകളൊക്കെ ആക്രമിക്കണ്ടേ? അങ്ങനെ ചിലപ്പോ ഗോബ്ലിൻ ചുമരുമ അങ്ങനെ ആക്രമിച്ച് അങ്ങനെ ചത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു നല്ല കാര്യം ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ഇതാണ് ഇതില് സ്റ്റോറി. അപ്പൊ സ്റ്റോറി നന്നായി ടെക്സ്റ്റിന് വായിക്കുക. ഇതിന്റെ പ്രധാന പോയിന്റ്സ് നമ്മളുടെ അവോയ്ഡ് ലാർജ് സ്പേസസ്, ആ സെന്റൻസ് ഓർമ്മിച്ചു വെക്കുക. നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞ ഉപദേശം അവോയ്ഡ് ലാർജ് പ്ലേസസ് ആൻഡ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് keep to small.